ചാലക്കുടി അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശം. വെറ്റിലപ്പാറ സ്വദേശി തൈവളപ്പിൽ അശോകന്റെ 150-ലേറെ കുലച്ച വാഴകൾ നശിപ്പിച്ചു. വനംവകുപ്പ് അധികൃതരെത്തി ആനയെ തുരത്തി. വിവരങ്ങളുമായി നമുക്കൊപ്പം സുരേഷ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സുരേഷ് സജി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലാണ് ഇത്തരത്തിൽ ഈ കാട്ടാനാക്രമണത്തിൽ വ്യാപക കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളാണ് ഈ കൈതവളപ്പിൽ അശോകൻ. അദ്ദേഹത്തിന്റെ 150-ലധികം കുലച്ച വാഴകളാണ് ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നശിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്ന് രാവിലെയുമായ എല്ലാം ഈ വെറ്റിലപ്പാറയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുകയും കൃഷിനാശം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. തെങ്ങും വാഴകളുമാണ് ഏറെ നശിപ്പിച്ച നിലയിലാണുള്ളത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചതിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ ആനയെ തുരത്തിയത്. പ്രധാനമായും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആന എത്തി വിവരം കൈമാറുമ്പോൾ മാത്രമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ ആനകളെ തുരത്തുന്ന നടപടിയിലേക്ക് പോകുന്നത്. അതിന് പകരം ഈ ജനവാസ മേഖലയിലേക്കും കൃഷിഭൂമിയിലേക്കും എല്ലാം കാട്ടാനകൾ ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട നടപടികളിലേക്കാണ് കടക്കേണ്ടത്. കൃത്യമായി ഈ ആനകളെ നിരീക്ഷിച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്തുന്നതിന് മുൻപ് തന്നെ അവയെ തുരത്താനുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം എന്ന് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളും അതിരപ്പള്ളിയിൽ എത്തിയ സമയത്തെല്ലാം കണ്ടതാണ്. ഈ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ എല്ലാം കടന്ന് രാത്രികാലങ്ങളിൽ ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. പിന്നീട് ഈ വീടുകളും കടകളും അതുപോലെ തന്നെ കൃഷിമേഖലയും എല്ലാം ഈ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഇടപെടൽ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു സുരേഷ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.